SFI പ്രവർത്തകർ മുഴക്കിയത്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. യമനിൽ നടന്ന ചർച്ച വിജയം. വിവരങ്ങളുമായി MS ബനേഷ് ചേരുന്നു. ബനേഷ്, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. ഓരോ മലയാളികളും ആഗ്രഹിച്ച വാർത്തയാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ. ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയാൻ കഴിയില്ല. 3 ദിവസം മുമ്പ് കേരള വിഷൻ ന്യൂസ് കൃത്യമായി ഈ വാർത്ത മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വധശിക്ഷ മരവിപ്പിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് എന്നുള്ള വിവരം വന്നിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് 3 ദിവസം മുമ്പ് കൃത്യമായിട്ടും കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. യമനിലും സൗദി അറേബ്യയിലുമായിട്ട് വിവിധ തലങ്ങളിൽ അവിടുത്തെ വ്യവസായ പ്രമുഖർ, ഒപ്പം തന്നെ യമനിലും സൗദിയിലും വർഷങ്ങളായിട്ട് താമസിക്കുന്ന വിമാനത്താവള നിർമ്മാണ മേഖല, കോർപ്പറേറ്റ് മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട് യമൻ സർക്കാരുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമുള്ള വ്യവസായികൾ, ഒപ്പം തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള സമുദായ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എന്നിവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും കർമ്മസമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്ന രീതിയിലേക്ക് അത് മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വധശിക്ഷ ഒഴിവാക്കിയിട്ടില്ല, ആ ഒരു കാര്യം മരവിപ്പിച്ച് തൽക്കാലം മാറ്റി നിർത്തുന്നു. നെഗോഷിയേഷൻ ചർച്ചകൾ തുടരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ദയാധനമടക്കമുള്ള കാര്യങ്ങൾ, മാപ്പപേക്ഷകളുടെ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ യമനിലെ ഹൂതികൾ, അതേപോലെ തന്നെ അവിടുത്തെ അധികാര കേന്ദ്രങ്ങളായിട്ടുള്ള ഗോത്രത്തലവന്മാർ, ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ തീരുമാനമെടുക്കേണ്ടവർ എന്നിവരിലേക്കെല്ലാം എത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് അതിസങ്കീർണമായൊരു പ്രക്രിയയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യമൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ പ്രത്യേകത, ഗോത്രവർഗ്ഗങ്ങളുടെ പ്രാമുഖ്യം, അവർക്ക് ഓരോരുത്തർക്കും ഓരോ അധികാര കേന്ദ്രങ്ങൾ, ഈ അധികാര കേന്ദ്രങ്ങളിലൂടെ കടന്നു വന്ന് അവസാനം അതിൻ്റെ പരമാധികാര കേന്ദ്രത്തിലേക്ക് എത്തേണ്ടതാണ്. ഒരു ഭാഗത്ത് അതുണ്ട്. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബാംഗങ്ങൾക്ക് ദയാധനം ഏത് രീതിയിൽ വേണമെന്നതിനെക്കുറിച്ച് അത് എത്തിച്ചേരുന്ന പല കടമ്പകളുണ്ട്. ഈ കടമ്പകളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ പബ്ലിക്കായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കാണുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് യമൻ പൗരന്മാർ പലരും തമ്പടിച്ചിരുന്നു എന്നുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ യമൻ സ്വദേശികളിൽ ചിലരെങ്കിലും, ഒരു ബഹുഭൂരിപക്ഷമെങ്കിലും ഈ വധശിക്ഷ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയും കൊല്ലപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുകയും ചെയ്തിരുന്ന ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദങ്ങളെയൊക്കെ അതിലംഘിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തന്നെയും കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചത് തങ്ങൾക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് എന്ന്. യമനിൽ ഇന്ത്യക്ക് എംബസി ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ പറയുന്ന രീതിയിൽ യമൻ സ്വദേശികളായിട്ടുള്ള പലരും ഈ ഒരു വധശിക്ഷ കാണുന്നതിന് വേണ്ടി തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ വരുന്നത്, ജേക്കബ് ചെറുവളിലിനെ പോലെ സൗദി അറേബ്യയിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ ഇടപെടൽ വരുന്നത്, ഒപ്പം തന്നെ കർമ്മസമിതിയുടെ ഇടപെടൽ വരുന്നത്, ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ MA യൂസഫ് അലിയുടെ ഇടപെടൽ വരുന്നത്. ഈ ഇടപെടലുകളെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നത്. ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഈ വധശിക്ഷാ തീയതി നീട്ടി എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേരള വിഷൻ ന്യൂസ് ആദ്യമായിട്ട് 3 ദിവസം മുമ്പ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ സംഭവിക്കേണ്ടത്, മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വധശിക്ഷ 16-ാം തീയതി നടക്കുമെന്നുള്ളത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ പേടിക്കാനുള്ള കാര്യം, പുതിയ ഒരു തീയതി പ്രഖ്യാപിച്ച് അതിലേക്ക് പോകാം. പുതിയൊരു തീയതി പ്രഖ്യാപിക്കാത്ത രീതിയിൽ വധശിക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ട് ഒരുപക്ഷെ ജീവപര്യന്തം അത് മറ്റ് നിയമ നടപടികളിലൂടെ വരേണ്ട കാര്യവുമാണ്. എന്തായാലും ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന പരമപ്രധാനമായിട്ടുള്ള കാര്യത്തിലേക്ക് അത് വരുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അജുന ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ മലയാളിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന്. ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നില്ല. നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഡെഡ് ബോഡിയെ കഷ്ണമായി മുറിച്ചിട്ടുണ്ടെങ്കിൽ, അത് വധശിക്ഷ ഒരു രാജ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കപ്പെടുക തന്നെ വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ള, അങ്ങനെ ആഗ്രഹിക്കുന്ന മലയാളികളും ധാരാളമുണ്ട്. അതുകൊണ്ട് ഓരോ മലയാളിയും ആഗ്രഹിച്ച ഒന്നാണ് എന്നതിൽ പറയാൻ കഴിയില്ല. ഒപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഓരോ വധശിക്ഷാ പ്രഖ്യാപനം വരുമ്പോഴും, തൂക്കുകയറിലേക്ക് എന്നുള്ള വാർത്ത വരുമ്പോഴും മനുഷ്യാവകാശ പ്രവർത്തകരുടെ വലിയ നിര വരാറുണ്ട്. വധശിക്ഷ എന്ന് പറയുന്നത് ഒരു കുറ്റത്തിനും ആത്യന്തികമായിട്ടുള്ള പരിഹാരമല്ല, മറിച്ച് ഓരോ വ്യക്തിയെയും അവരുടെ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യതകൾ നൽകിക്കൊണ്ട്
തടവ് ശിക്ഷ നൽകിക്കൊണ്ട് പുതിയൊരു മനുഷ്യനായിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന രീതിയിലേക്ക് അവരെ മാറ്റുകയാണ് വേണ്ടത്. അതുകൊണ്ട് വധശിക്ഷ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇവിടെ എന്തായാലും വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ്. ആ മരവിപ്പിക്കൽ പ്രക്രിയയുടെ തുടർച്ച എന്നുള്ളതിലേക്ക് ചർച്ചകൾ, മധ്യസ്ഥ ചർച്ചകൾ, ഒത്തുതീർപ്പ് ചർച്ചകൾ, നഷ്ടപരിഹാര ചർച്ചകൾ, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട തുകയുടെ കാര്യത്തിൽ തീർപ്പാക്കൽ, അത് എവിടെ നിന്ന് സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെയും നഷ്ടപരിഹാര തുക ഒത്തൊരുമിച്ച് ഇത്ര രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. നഷ്ടപരിഹാര തുക എത്ര എന്നുള്ളതൊരു ഭാഗത്ത് വരുന്നു. അത് ആരുടെ കയ്യിലൊക്കെയാണ് ഉള്ളത്? കർമ്മസമിതിയുടെ കയ്യിൽ എത്രയെങ്കിലും തുകയുണ്ടോ? ലുലു ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഭാഗത്ത് നിന്ന് എത്ര ലഭിക്കുന്നു?